ഒരു ലഹരിവേട്ടയുടെ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പള്ളിക്കലിൽ കാറിന്റെ രഹസ്യറിൽ സൂക്ഷിച്ചിരുന്ന MDMA പിടികൂടി. പാരിപ്പള്ളി സ്വദേശി ഷെയ്ഖ് അഹമ്മദ്, മലപ്പുറം സ്വദേശി അഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്. റിനു ശ്രീധർ തിരുവനന്തപുരം. റിനു, സ്ഥിരം പരിപാടിയാണ് കാറിനുള്ളിൽ ലഹരിക്കടത്ത്, വിവരങ്ങൾ. സുഹൈല, ഇക്കഴിഞ്ഞ ജനുവരി 21-ന് പള്ളിക്കൽ ജംഗ്ഷന് സമീപം സംശയാസ്പദമായ രീതിയിൽ കണ്ട കറുത്ത ഇന്നോവ കാർ ഡാൻസാർ സംഘം പരിശോധിക്കുകയും ഇതിൽ നിന്ന് MDMA പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് രണ്ടുപേർ, നമ്മൾ പറഞ്ഞ പാരിപ്പള്ളി സ്വദേശി ഷെയ്ഖ് അഹമ്മദ്, മലപ്പുറം സ്വദേശി അഹമ്മദ് ഷാഫി, ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ കൂടുതൽ പരിശോധന നടത്തിയെങ്കിലും കാറിനുള്ളിൽ നിന്നൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് ഇവരെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിലേക്ക് വാങ്ങി വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ വാഹനത്തിനുള്ളിൽ MDMA ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് കാറ് പരിശോധിച്ചു. പ്രത്യേക സംഘത്തെ കൊണ്ട് തന്നെ കാറ് പരിശോധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാറിന്റെ ഫ്രണ്ട് ഡാഷിൽ സൗണ്ട് സിസ്റ്റം ഫിറ്റ് ചെയ്തിരുന്ന ഭാഗത്ത് രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് 498 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തത്. തുടർന്ന് ഈ വകുപ്പ് കൂടി, അതായത് നേരത്തെ 1.98 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തിരുന്നത്. ഇന്ന് 498 ഗ്രാം MDMA കൂടി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം. കൂടുതൽ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കുകയും രണ്ടുപേരെയും വീണ്ടും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പലതുള്ളിയാണ് പെരുവെള്ളമായത്. ആദ്യം 1 ഗ്രാം മാത്രമേ പിടികൂടിയുള്ളൂ. പിന്നീട് കാര്യമായി ചോദ്യം ചെയ്തപ്പോൾ കാറിനുള്ളിലെ 498 ഗ്രാമിനെ കുറിച്ചും പ്രതികൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോൾ ആകെ മൊത്തം ഒരു 500 ഗ്രാം MDMA ടോട്ടൽ കേസായിട്ടുണ്ട്. റിനു ശ്രീധറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.